നീതിമാനാകും മാർയൗസേ പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. നീതിമാനാകും മാർയൗസേ പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പിതാവിന്റെ നിർമ്മല ഹൃദയ പ്രതിഷ്ഠ 19-ാം ദിവസം. മഹാധീരനായ വിശുദ്ധ യൗസേപ്പിതാവ്. സ്വീഡനിലെ വിശുദ്ധ ബ്രിജിത്ത് പറയുന്നു, ലോകത്തോടും ശരീരത്തോടും പരിപൂർണമായി മരിച്ച വിശുദ്ധ യൗസേപ്പിതാവ് സ്വർഗീയ കാര്യങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ ആഗ്രഹിച്ചില്ല. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അദ്ദേഹം പരിപൂർണനായി ജീവിച്ചു. മറിയം കഴിഞ്ഞാൽ വിശുദ്ധ യൗസേപ്പിതാവാണ് ഈശോയുടെ വിശ്വസ്തനായ ശിഷ്യൻ. അദ്ദേഹം ഈശോയുടെ പിതാവും ശിഷ്യനുമാണ്. ഈശോയുടെ വിശ്വസ്തനായ ശിഷ്യനാകാൻ ധൈര്യം വേണം. എല്ലാ കാര്യങ്ങളും സുഗമമായിരിക്കുമ്പോൾ അനേകർ ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ വിഷമകരവും ദുഃഖാർദ്രവുമായ സാഹചര്യത്തിൽ അവിടുത്തെ അനുഗമിക്കാൻ അനേകർ സന്നദ്ധരല്ല. എന്നാൽ വിശുദ്ധ യൗസേപ്പിതാവ് എല്ലായ്പ്പോഴും വിശ്വസ്തനും ധൈര്യവാനുമായിരുന്നു. വിശുദ്ധ യൗസേപ്പിതാവിന്റെ ലുത്തിനിയായിൽ വ്യത്യസ്തമായ വിവർത്തനങ്ങളിൽ ഏറ്റവും ധൈര്യവാനും ധീരയോദ്ധാവും ഏറ്റവും ശക്തനും എന്നൊക്കെയാണ് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിലും ഈ 3 വിവർത്തനങ്ങൾക്കും അടിസ്ഥാനപരമായി ഒരേ അർത്ഥമാണുള്ളത്. അദ്ദേഹം ധൈര്യവാനും ഭയമില്ലാത്തവനുമായിരുന്നു. ദൈവത്തെ മുറിവേൽപ്പിക്കുന്നതിൽ കൂടുതൽ അദ്ദേഹം ഒന്നും തന്നെ ഭയപ്പെട്ടില്ല. ഈശോയുടെയും മറിയത്തിൻ്റെയും സംരക്ഷണത്തിന് അസാധാരണമായ ധൈര്യം അദ്ദേഹം പ്രദർശിപ്പിച്ചു. ധൈര്യം ഒരു പ്രധാനപ്പെട്ട മൗലിക പുണ്യമാണ്. അത് ഇച്ഛയെ ബലപ്പെടുത്തി ഒരു വ്യക്തിക്ക് ധൈര്യവും സഹനങ്ങളുടെ നടുവിലും ദൈവഹിതം നിറവേറ്റാനുള്ള കരുത്തും കൊടുക്കുന്നു. വിശുദ്ധ യൗസേപ്പിതാവ് ധൈര്യശാലിയായ മനുഷ്യനാണ്. ധൈര്യം എന്ന വാക്കിന്റെ മൂലപദത്തിന്റെ അർത്ഥം ഹൃദയം എന്നാണ്. ധൈര്യവാനായിരിക്കുക എന്ന് പറയുന്നത് സഹനത്തെയും തിന്മയെയും ഭയപ്പെടുന്നതിനുപരിയായി നന്മയെ സ്നേഹിക്കലാണ്. ധൈര്യവാനായ മനുഷ്യൻ പരീക്ഷണങ്ങളുടെ നടുവിലും ശക്തനും ധീരനും ഇളകാത്ത മനസ്സുള്ളവനുമാണ്. വിശുദ്ധ യൗസേപ്പിതാവ് ധൈര്യവാനാണെന്നുള്ള കാര്യം ആർക്കും നിഷേധിക്കാൻ കഴിയുകയില്ല. ശത്രുവിന്റെ പ്രദേശമായ ഈജിപ്തിലേക്ക് തന്റെ കുടുംബത്തെ കൊണ്ടുപോകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ധൈര്യമാണ്. ശാരീരിക ആക്രമണങ്ങളിൽ നിന്ന് തന്റെ ഭാര്യയെയും ശിശുവിനെയും താൻ പ്രതിരോധിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം അറിയുകയും അത് ചെയ്യാൻ അദ്ദേഹം സന്നദ്ധനാവുകയും ചെയ്തു. ഭയപ്പെടുന്നൊരു മനുഷ്യന് അങ്ങനെ ഒരു യാത്ര പുറപ്പെടാൻ സാധിക്കുകയില്ല. വിശുദ്ധ യൗസേപ്പിതാവിനെ ആരും ഭയപ്പെടുത്തിയില്ല. അദ്ദേഹം നമ്മെ ധൈര്യവാനാക്കാൻ സഹായിക്കും. വിശുദ്ധനാകണമെങ്കിൽ ധൈര്യവാനായിരിക്കണം. നാം വിശുദ്ധ യൗസേപ്പിതാവിനെ അനുകരിച്ചാൽ ആത്മീയ യുദ്ധത്തിൽ ഏർപ്പെടാനോ ശത്രുവിൻ്റെ പ്രദേശങ്ങളിൽ പോകാനോ വൈമനസ്യം പ്രകടിപ്പിക്കുകയില്ല. കള്ളന്മാർക്കും വിജാതീയ ആചാരങ്ങൾക്കും വിഗ്രഹങ്ങൾക്കും മന്ത്രവാദത്തിനും പേരുകേട്ട രാജ്യമാണ് ഈജിപ്ത്. ദൈവം തന്നോട് കൂടെയുള്ളതിനാൽ വിശുദ്ധ യൗസേപ്പിതാവിന് ആരെയും ഭയമില്ല. നമ്മുടെ ആത്മീയ പിതാവ് ദൈവത്തിനു വേണ്ടി സ്നേഹത്താൽ കത്തിജ്വലിക്കുന്നു. ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? വിശുദ്ധ യൗസേപ്പിതാവ് നമ്മിലുള്ള സ്ഥൈര്യം വർദ്ധിപ്പിക്കും. ഈശോ തന്റെ ശിഷ്യന്മാരുടെ നേരെ വെള്ളത്തിന് മുകളിലൂടെ നടന്ന തിരുവചന ഭാഗം ഓർമ്മയിലില്ലേ? ശിഷ്യന്മാർ ഭയപ്പെട്ടു. ഈശോ അവരെ ശാന്തരാക്കി. ധൈര്യമായിരിക്കുക, ഇത് ഞാനാണ്, ഭയപ്പെടേണ്ട. നാം എന്തിനെയാണ് ഭയപ്പെടുന്നത്? നമ്മുടെ ജോലി നഷ്ടപ്പെടുമെന്നോ നമ്മുടെ സൽപ്പേരും ലോകത്തിന്റെ ആദരവും പരിത്യജിക്കേണ്ടി വരുമെന്നോ? ഈശോയോടും മറിയത്തോടുമുള്ള സ്നേഹത്തെ പ്രതി വിശുദ്ധ യൗസേപ്പിതാവ് എല്ലാം പരിത്യജിച്ചു. നമ്മുടെ ആത്മീയ പിതാവ് ദരിദ്രനായിരുന്നു. ലോകത്തിൽ വലിയ മതിപ്പില്ലായിരുന്നു. എങ്കിലും അവന്റെ ധൈര്യമുള്ള ഹൃദയത്താൽ പിശാചുക്കളും മന്ത്രവാദികളും ഭയപ്പെട്ടു. ഈശോ തന്റെ ധൈര്യത്തിന്റെ മാതൃക പഠിച്ചത് അദ്ദേഹത്തിൽ നിന്നാണ്. ഈശോയുടെ പിതാവിന്റെ ധൈര്യത്തിന് ഈജിപ്തിലും നസ്രത്തിലും ജെറുസലേമിലും അവർ ഒരുമിച്ച് യാത്ര ചെയ്ത മറ്റനേക സ്ഥലങ്ങളിലും അദ്ദേഹം സാക്ഷ്യം വഹിച്ചു. സ്നേഹത്തിന്റെയും സ്ഥൈര്യത്തിന്റെയും ധൈര്യത്തിന്റെയും ആത്മബലത്തിന്റെയും മാതൃകകൾ വിശുദ്ധ യൗസേപ്പിതാവ് തന്റെ പുത്രന് കൊടുത്തു. നമ്മുടെ ആത്മീയ പിതാവായ വിശുദ്ധ യൗസേപ്പിതാവിനോടൊപ്പം നാം നിലകൊണ്ടാൽ ഒന്നിനെക്കുറിച്ച് നാം ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ കർത്താവ് തന്നെ തന്റെ സഹനത്തിനും മരണത്തിനും തൊട്ടുമുമ്പ് ശിഷ്യന്മാരോട് ധൈര്യശാലികളായിരിക്കാൻ ഉപദേശിച്ചു. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. യോഹന്നാൻ 16-ാം അധ്യായം 33-ാം തിരുവചനം. സ്വർഗീയ ജെറുസലേമിന്റെ നേരെ നമ്മുടെ മുഖം തിരിക്കുക, ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. സിയനായിലെ വിശുദ്ധ ബർണദീൻ പറയുന്നു, ഓ വിശുദ്ധ യൗസേപ്പിതാവേ, ഈശോയുടെ ചാരിത്രശുദ്ധിയുള്ള പിതാവേ, കനികാമറിയത്തിന്റെ ഏറ്റവും ശുദ്ധവാനായ മണവാള, കൃപയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ഇഹലോക ജീവിതത്തിൽ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടതുപോലെ ചെയ്യാനും
മരണസമയത്ത് ദൈവപുത്രനാൽ കിരീടം ധരിപ്പിക്കാനുമായി അനുദിനം ഞങ്ങൾക്ക് വേണ്ടി ദൈവപുത്രനോട് പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പിതാവിനെ പോലെ ധൈര്യവാനായിരിക്കുവാൻ നമുക്കും വിശുദ്ധ യോസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിലേക്ക് യാത്ര ചെയ്യാം. നമുക്ക് അനുദിന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ, ആവേ ജോസഫ്. പാലകനേ, നീതിമാനാകും മാർ യൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ, കഥനങ്ങളേറുമെൻ ജീവിതയാത്രയിൽ കനിവോടെ എൻ കരം പിടിക്കണമേ. കഥനങ്ങളേറുമെൻ ജീവിതയാത്രയിൽ കനിവോടെ എൻ കരം പിടിക്കണമേ. അപ്പാ, എൻ്റെ രക്ഷകന്റെ അപ്പാ, കരുതേണമേ, കാക്കേണമേ. അപ്പാ, എൻ്റെ രക്ഷകന്റെ അപ്പാ, കരുതേണമേ, കാക്കേണമേ. അതിജീവന